സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഒരാളല്ലേ, ആളെ പേരൊന്നും ഞാൻ പറയാതെ പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു പക്ഷേ കാണുന്നവരുണ്ടെങ്കിൽ ഭയങ്കര ലവായിട്ട് അവിടെയും ഇവിടെ യാത്ര പോയി മറ്റേതായി ഇതായി ഷോപ്പിങ്ങിനൊക്കെ പോയി കാണുന്ന കുറേ കപ്പിൾസ് ഉണ്ട്. അതിൽപ്പെട്ട പലരും എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ സാധനങ്ങൾ കാണാറില്ല. ഇവരിങ്ങനെ ബാഗും ഇത് കാണാൻ പണി. എനിക്ക് ഇവിടെ വേറെ എന്തൊക്കെ പണിയുണ്ട്? ഒട്ടത്തരം നല്ല എന്തായാലും പറയാം. ഒരാൾ പറയാം, ഞങ്ങൾ മാളിൽ പോയപ്പോൾ എന്താ അവിടെ എത്തി. അതിപ്പോൾ എന്താ ഒരു 15 വീഡിയോ നമ്മൾ പാവപ്പെട്ടവൾ കാണുന്ന ആവശ്യം എന്താ? ഞങ്ങൾ പിന്നെ തോട്ടിൽ കുളിച്ചപ്പോൾ എന്താ തോട്ടിൽ ചാടിയ അത് വല്ല പോയിന്റ് ഉണ്ടെങ്കിൽ കാണണം. എങ്ങനെ തോട്ടിൽ ചാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറയും. മാളിൽ പോകുമ്പോൾ പൈസ കാലിയാവാതെ നമ്മുടെ പർച്ചേസിൽ ശ്രദ്ധിക്കേണ്ട 8 പോയിന്റ് അതിൻ്റെ കാണണം. ഇവർ വെറുതെ ഇങ്ങനെ പോയത് ഓരിങ്ങനെ കടിച്ച് ഇങ്ങനെ തിന്നണത് ഇതിങ്ങനെ കണ്ടു തീർക്കല എൻ്റെ ഉളുപ്പിൽ. അല്ല, ഞാൻ ഈ ചങ്ങായിമാരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ഓരോ പ്രേക്ഷകനും എന്ത് ചെയ്യണം, നിങ്ങൾ അന്ന് ബ്രോസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഓരോ ബ്രോസ്റ്റ് പാർസൽ കൊടുക്കണം. അല്ല, ഇതിലെന്ത് മാന്യതല്ല. ഓനത് ബ്രോസ്റ്റ് തിന്നു കഴിഞ്ഞിട്ട് യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുക, അടുത്ത ബ്രോസ്റ്റ് തിന്നാൻ പോവാം. ഇത് രസമല്ല. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇവർ ഒരു കാര്യം കൂട്ടത്തിൽ പറയട്ടെ കേട്ടോ, ഈ ഭക്ഷണം കഴിച്ചതും അതൊന്നും സ്റ്റാറ്റസ് വെക്കരുത് ദയവായി. നിങ്ങൾ വീട്ടിൽ നിങ്ങൾ നല്ല കപ്സ് ഉണ്ടാക്കി, അതേപോലെ കേക്ക് ഉണ്ടാക്കി. ഇപ്പോൾ എല്ലാ പെണ്ണുങ്ങളും പണി കേക്ക് ഉണ്ടാക്കലാണ്. ഇപ്പോൾ കേക്ക് വന്ന് വിട്ടണമെന്ന് സംശയമുണ്ട്. വേറെ കുറേ സാധനങ്ങളാണ് ഇപ്പോൾ, വേറെ വെറൈറ്റികൾ ഉണ്ടാക്കുക. യൂട്യൂബ് ഉണ്ടാക്കുക എന്താണ് പണി. ഇത് സ്റ്റാറ്റസ് വെക്കരുത്. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയത് കാണുന്ന നിങ്ങളെ കുടുംബത്തിലെ യത്തീം മക്കളായ ഒരു കുടുംബം ഉണ്ടാവില്ലേ ചിലപ്പോൾ, അല്ല ഉണ്ടാവില്ലേ, അവർക്ക് അവരെ വാപ്പ ചിലപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാവപ്പെട്ട കുടുംബമായിരിക്കാം. അവർക്ക് ഈ ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള തൗഫീക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർ സങ്കടപ്പെടൂലേ? എന്തിനാണ് ഈ ഭക്ഷണം കഴിച്ചൊക്കെ സ്റ്റാറ്റസ് വെക്കുക? ഒരാൾക്കൊരു ഉപകാരമുള്ള ഹൈറായ കാര്യമല്ലേ സ്റ്റാറ്റസ് വെക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ നിങ്ങൾ എഴുതുക, എന്ത്, ഈ പോസ്റ്റ് കാണുന്ന എന്നോട് പ്രതികരിക്കുന്ന എല്ലാവർക്കും ഇതേ ഭക്ഷണം ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അതൊരു നല്ല മാന്യമായൊരു മാതൃകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്റ്റാറ്റസിൽ കാണുന്നവരൊക്കെ ഫുൾ ഹാപ്പിയാണെന്ന് വിചാരിക്കരുത്. ഇപ്പം എൻ്റെ അടുത്ത് വന്നു, ഞാൻ പറഞ്ഞു സ്ഥിരമായി ഇങ്ങനെ വീഡിയോസ് വ്ളോഗ് ചെയ്യുന്ന ചില കപ്പിൾസ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങൾ വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾ. അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു കാണിച്ചു തരും, ഇങ്ങനെ നോക്കൂ. അപ്പോൾ നോക്കുമ്പോൾ ഇത് നിങ്ങളെന്നല്ലേ എന്ന് വെച്ചു. അതെ, നിങ്ങൾ ഫുൾ ഹാപ്പിയാണല്ലോ, ഇവിടെ വന്നാൽ എന്തിനാന്ന് വയ്ക്കൂ. അത് വീഡിയോയിൽ മാത്രമേ ഹാപ്പിയുള്ളൂ, ഒറിജിനൽ ലൈഫിൽ ഹാപ്പി ഇല്ല എന്ന് പറയും. ഫുള്ള് പ്രശ്നമാണ്. തലാഖിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ അടുത്ത വീഡിയോയിലും ഹാഡിയർ വൺസ് അഗൈൻ ഫണ്ടാന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. നമ്മൾ വിചാരിക്കും ഇവർ ഫുള്ള് എന്നിട്ട് താഴെ കുറേ പെണ്ണുങ്ങൾ കമൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്, ഇതുപോലെയുള്ള ജീവിതമൊക്കെ ആയിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത്. അല്ലാ പഠിച്ചോനെ, അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലേ? മനസ്സിലാവും നിങ്ങൾക്ക്? നീട്ടി വീർപ്പാണത്. എൻ്റെ ജീവിതം കൊളായിന്ന അതിൻ്റെ അർത്ഥം. ആ ആൾക്കാരെ ഒറിജിനൽ അവസ്ഥ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. എൻ്റെ അടുത്ത് പലരും വന്നതുകൊണ്ട് ഹക്ക് പറയാൻ ഞാൻ. എൻ്റെ ഒരു കൂട്ടത്തിലൊരു പറയും, സാറേ പുറത്ത് പറയരുതിട്ടോന്ന് പറയും. ഞാൻ പറയും, നിങ്ങളെ പേര് പറയില്ല, സംഗതി ഞാൻ പറയുന്ന പറയും. പേര് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളെ പേര് പറയൂല, പക്ഷേ സംഗതി ഞാൻ പുറത്ത് പറയും. മറ്റുള്ളവർക്ക് പാടുണ്ടായിക്കോട്ടെ, അതിന് കുഴപ്പമില്ല എന്ന് പറയും. അത് ആരാന്ന് ആർക്കും അറിയില്ലല്ലോ. അത്ര കഷ്ടമാണ് ഇവർ. അതിൽ ചിലത് ഡൈവോഴ്സിൽ ആയ കേസുണ്ട് ഇപ്പോൾ. അപ്പോൾ ചില വീഡിയോസ് പുതിയത് വരുന്നില്ല ചില ആൾക്കാരത്. അത് കണ്ടിട്ട് എല്ലാം റെഡിയാണെന്ന് വിചാരിക്കരുത്. എന്നിട്ട് അതേപോലെ എന്നിട്ട് ചില പെണ്ണുങ്ങൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യും, ഞാൻ ഇങ്ങനെയുള്ള നല്ലൊരു ഭർത്താവിനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അവരവസ്ഥയാണ് ഈ പറയുന്നത്. ഒറിജിനൽ ലൈഫിൽ 5 പൈസക്ക് പറ്റൂല അങ്ങനെയുള്ള ചില ആൾക്കാരെ. ഇനി എൻ്റെ കാര്യം പറഞ്ഞുതരാം. ഭാര്യയോട് ഭർത്താവ് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ. ആ വീഡിയോൻ്റെ താഴെ ചില പെണ്ണുങ്ങൾ കമൻറ്റ് ചെയ്യും, ഇയാളുടെ ഭാര്യ എന്തൊരു ഭാഗ്യവതി. ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പിക്കാൻ പറ്റുമോ? നിങ്ങളാരും എൻ്റെ ഭാര്യനെ വിളിച്ച് ചോദിക്കണോ എന്താ അവസ്ഥ? അപ്പോൾ ഓള് പറയാണ്, അതൊക്കെ വീഡിയോയിൽ കാണുന്നതൊക്കെ തന്നെ ഉള്ളൂ, വീട്ടിലൊക്കെ മഹാ കഷ്ടമാണ്. ഉലായിക്കൽ ഹോ എന്ന് ശബ്ദം ഉണ്ടാക്കലാരാ? അന്നാമല്ലേ? ഉലായിക്കൽ അന്നാമ്പല്ലും അതല്ല, അങ്ങനെയൊക്കെയാണ് വീട്ടിൽ എന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ പോലും അതിന് ശരിയായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ഉറപ്പിക്കാൻ പറ്റൂല നമുക്ക്. ഇതിലൊക്കെ ഒരു ചിന്തയൊക്കെ നമുക്ക് വേണം. അപ്പം നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ പ്രായമുള്ള മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും ഒന്നിച്ച് തമാശയും കളിയും ചിരിയൊക്കെ ആയിരിക്കുന്ന സമയങ്ങൾ വേണം. പിന്നെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും മാത്രം യാത്ര പോയി കൂടണ്ട. ചില യാത്രകൾക്ക് ഉമ്മാനി ബാപ്പാനെയൊക്കെ കൊണ്ടുപോകാം. അത് അടുത്ത യാത്രക്ക് അടുത്തുള്ള സ്ഥലത്ത് പോയാൽ മതി. അവർക്ക് ദൂരെ പോകാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. ഒരു ബേപ്പൂർക്ക് ഇവിടെ നിന്നൊക്കെയാണെങ്കിൽ ഉദാഹരണം പറയാം, ഈ നാട്ടിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ ബേപ്പൂരിലേക്ക് കൊണ്ടുപോകാം. ഇനി വയനാട്ടിൽ നിന്ന് എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത് എനിക്കറിയില്ല, വയനാട്ടിൻ്റെ അപ്പുറത്ത് കെൻഡിൽ കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഒരു ചെറിയ ചെറിയ യാത്രകൾക്ക് ബാപ്പാനും ഉമ്മാനൊക്കെ കൊണ്ടുപോകാം. അല്ലാത്ത യാത്രകൾക്ക് ഭാര്യയും ഭർത്താവിനെയും കൊണ്ടുപോകാം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടത്തിൽ പറയാം. ചില ആണുങ്ങളുണ്ട്, അത് ഈ കുടുംബത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ കൂടെ മസനഗുടി വഴി
ഖബർ വഴി മനുഷ്യരെ വഴി സ്വർഗത്തേക്കൊരു യാത്ര ഉണ്ട്, കാത്ത് സൂക്ഷിച്ചോളി. ബാസന്നക്കുട്ടി വഴി ഊട്ടിക്ക്, ഞാൻ പറയില്ല അതല്ല, പിന്നെ ദുബായ് വഴി മദീനത്തേക്കൊരു യാത്ര ഉണ്ട്, അതാണ് അവിടെ നമ്മളെ ഡ്രീം. മസാലക്കട്ടി വഴി ഊട്ടി. ഇനി മസാലക്കുടി ഊട്ടിക്ക് പോണത് തെറ്റല്ല. എങ്ങനെ പോകണം? യതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ആ അർത്ഥത്തിൽ നിങ്ങൾ പോയി, ആ യാത്ര ഇബാദത്താ. അങ്ങനെ പോകാനാണ് സിറൂഫിലി പറഞ്ഞത്. ഇങ്ങനെ അന്തം വിട്ടിട്ട് ഹീ നിസ്കാരം കഥാക്കിയിട്ട് കുറേ യാത്രയും പോയിട്ട് എന്താ കൊണ്ട് കാര്യം? കല്യാണത്തിൻ്റെ ഇതിപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഒരാളാണെങ്കിൽ, ഉദാഹരണം പറയാം, ഇതൊരു കല്യാണത്തിൻ്റെ ഹോളാണ്, കല്യാണ സദസ്സാന്ന് കൂട്ടിക്കോ. ഈ കല്യാണ സദസ്സിൽ ഇവിടെ ഞാൻ കല്യാണം കഴിക്കുന്ന ആളാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യനെ കാണൽ ഹലാലായവരും ഹറാമായവരും എല്ലാവരും ഉണ്ടാവും ഈ ആണുങ്ങൾ ഈ സദസ്സിൽ. എന്നിട്ട് ഉളുപ്പില്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഫോട്ടോ കൊടുക്കുക. എന്നിട്ട് അതല്ല രസം. അത് എല്ലാവരും സ്വർഗത്ത് പോയിക്കൊള്ളുന്നില്ല. സ്വർഗത്തിൽ ഫുള്ളായ പിന്നെ എന്താ ചെയ്യുക, വേറെ വിഷയമല്ലേ. പറഞ്ഞ മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തൊള്ള കാട്ടിയിട്ടേ ഈ എൻ്റെ ഭാര്യ കാണൽ ഹലാലായവരും ഹറാമായവരും ഉണ്ടാവില്ലേ. എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് മുത്തൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായിട്ട് പറഞ്ഞ കല്യാണം, ആ കല്യാണത്തിൻ്റെ അന്ന് സ്റ്റേജിൽ കയറ്റിയിട്ട് മൊത്തം ഇങ്ങനെ വെള്ളം അങ്ങനെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ പെണ്ണ് ളുഹർ സ്കരിച്ചിട്ടുണ്ടാവില്ല, അസ്ർ സ്കരിച്ചിട്ടുണ്ടാവില്ല, മഗ്‌രിബ് സ്കരിച്ച് ഉണ്ടെങ്കിൽ ഇശാ സ്കരിച്ച് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു. കാരണം പെയിൻ്റൊക്കെ പോകണ്ടേ. പെയിൻറ്റ് മൊത്തം പുട്ടിയൊക്കെ അടിച്ച് ആദ്യം പുട്ടിപ്പണിക്കാരൻ ആദ്യം വരണോ, പുട്ടിപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ പെയിൻ്റടിക്കാരൻ വരണോ, അത് കഴിഞ്ഞിട്ട് ഫിനിഷിംഗ് വർക്കിൻ്റെ ആൾ വരണം. ഇവിടെ കറുപ്പ്, ഇവിടെ ഐലാഷ്, പിന്നെ ഇവിടെ വേറെ പെയിൻറ്റ്, പിന്നെ ഇവിടെ വേറെ പെയിൻറ്റ്, ഇവിടെ ചോപ്പടിക്കണം. മെയിൻ പണിക്കാരൻ പിന്നെ വരിക, ഫിനിഷിംഗ് വർക്കിൻ്റെ ആൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്ന് പോക്കണമെങ്കിൽ ഇനി കഴുകാൻ വേണ്ടി വേറെ ടീമിന് വേറെ വിളിക്കേണ്ടി വരും, പെയിൻ്റൊക്കെ പോകണമെങ്കിൽ. എന്നിട്ടല്ല ഇപ്പോൾ നിസ്കാരം നടക്കുള്ളൂ. ഞാൻ അതിനെ വിമർശിക്കല്ല, അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉസ്താദന്മാരൊക്കെ വന്നിട്ട് പടച്ചോനെ സ്വർഗം തരണേ അള്ളാന്ന് പറയുമ്പോൾ ആമീൻ പറയരുത്. അതിനുള്ളൊരു ഉൾപ്പില്ല, ഒരു മാന്യത വേണ്ടേ. ഞാൻ ഇങ്ങനെയൊക്കെ നടന്നത് ഇത് കിട്ടൂല എന്നുള്ളൊരു തിരിച്ചറിവ് വേണ്ടേ. എന്നിട്ട് ഉൾപ്പില്ലാതെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഉൾപ്പില്ലാതെ ആമീനും പറയാം അവിടെ നിന്നിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട സഹോദരിമാരെ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുക. എന്നിട്ട് പോയിൻ്റ് എന്താണെന്ന് അറിയോ? എന്നിട്ട് ഇങ്ങനെയൊക്കെ കല്യാണം നടന്ന് ലൂറും അസുറൊക്കെ കഥാക്കിയിട്ട് കണ്ട ആണുങ്ങൾ മുഴുവനും ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ പറയാണ് അതിലുണ്ടാകുന്ന കുട്ടികൾ സ്വാലീങ്ങളാവണം, നടക്കൂല. അതിലുണ്ടാകുന്ന അള്ള വിചാരിച്ചൊക്കെ നടക്കുക, വേറെ കാര്യം. ഇത് ആലമുൽ അസ്ബാബ. ഉസ്താമാർക്കറിയാം എന്താണ് പറഞ്ഞതെന്നുള്ളത്. ഇത് വിശദീകരിക്കുന്നില്ല. കാരണങ്ങളുടെ ഒരു ആലമാണിത്, ആലമുൽ അസ്ബാബ. ഇത് അതിനിവിടെ ഒരു റീസൺ വേണം. അള്ളാഹുക്ക് റീസൺ വേണ്ട ആവശ്യമില്ല, പക്ഷേ ആലമുൽ അസ്ബാബാണിത്. ഒരു കാരണം വേണ്ടേ? നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ എന്നിട്ട് 501 രൂപ നേർച്ചേക്കാം മോൻ്റെ സ്വഭാവം നന്നാവാൻ. മോൻ്റെ എന്താ MDMA അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പെണ്ണിൻ്റെ കല്യാണത്തിൻ്റെ ഒന്ന് കണ്ടാണെങ്കിൽ മുമ്പിൽ നിന്ന് എന്നിട്ട് അന്ന് 100 അസർ കലാക്കിയിട്ട് കല്യാണം നടത്തി വന്നതാ. എന്നിട്ട് അതിലുണ്ടാകുന്ന കുട്ടി 15 വയസ്സാകുമ്പോൾ MDMA അടിക്കാതിരുന്നാലല്ലേ കൗൺസിലിംഗ് കൊണ്ടുവരേണ്ട ആവശ്യം. ഞാൻ പറഞ്ഞതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക്. ഇത് ചില്ലറ കാര്യമല്ല. ഇത് 15 വയസ്സുള്ള കുട്ടികളാണ് ഇപ്പോൾ MDMAക്ക് കൊണ്ടുവരുന്നത്, MDMAൻ്റെ വിഷയത്തിൽ കൊണ്ടുവരുന്നത്. ഒറ്റ വാക്ക് ഞാൻ പറയാം വിഷയത്തിൽ, ഞാൻ അവസാനിപ്പിക്കാൻ പോകണം. ഒറ്റ വാക്ക് MDMA കുറിച്ച് വാക്ക്. എനിക്ക് 2 കാര്യം 2 പോയിന്റ് പറയാനുണ്ട്, ചെറിയ പോയിന്റ് ഞാൻ പറഞ്ഞു നിർത്തും ഇൻഷാ അല്ലാഹ്. MDMAയുടെ കാര്യം നിങ്ങൾക്ക് പറയാനുള്ള കുട്ടികൾ ശ്രദ്ധിക്കണം, അവിടെ പഠിക്കുന്ന മക്കൾ ശ്രദ്ധിക്കണം. പണ്ടത്തെ കാലത്ത് MDMA എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്ന് പറയുന്ന സാധനം വന്നിരുന്നത് മയക്കുമരുന്ന് എന്ന പേരിലായിരുന്നു. ഇപ്പം മയക്കുമരുന്ന് എന്ന പേരിലല്ല വരുന്നത്. അതാ രസോ. എപ്പോഴും പല വേദിയിൽ ഞാൻ പറഞ്ഞ ഒരു അനുഭവം പറയാം. ഒരു ചങ്ങാതി എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വന്നു, 14 വയസ്സുള്ള ചങ്ങാതി. ആ 14 വയസ്സുള്ള ചങ്ങാതി ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഓട്ട മത്സരത്തിൽ നല്ല ഉഷാറ് കിട്ടാൻ വേണ്ടി അവൻ്റെ ഒരു സുഹൃത്ത് ഒരു സാധനം കൊടുത്തു, ഇത് കഴിച്ചിട്ട് ഓടിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെത്തു വല്ല ഗ്ലൂക്കോസ് പൊടിയോ മറ്റോ ആയിരിക്കും എന്ന് വിചാരിച്ച് അത് കഴിച്ചിട്ട് ഓടി. അപ്പോൾ സംഭവം എന്താ, ഇത് MDMA സാധനം കൊടുത്തത് ഇവൻ. അതാ കൊടുത്ത് ചങ്ങായിക്കും അറിയില്ല MDMA വേണമെന്നുള്ളത്. ബാക്കിൽ നിന്ന് വേറെ ആൾ ഇവനെ പറ്റിച്ചതാ. എന്നിട്ട് ഓട്ട മത്സരമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ തിരിച്ചു വെച്ച് പിന്നെ വേണം അവന് ഈ സാധനം വേണം. അപ്പോഴും മനസ്സിലാക്കിയതാണ് അത് MDMA വേണമെന്നുള്ളത്. 13 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികളുടെ കയ്യിൽ MDMA നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിളാണ്. ഇതൊക്കെ ഒന്ന് മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ഈ സാധനമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മക്കളും പാപ്പയും ഉമ്മയും ഒന്നിച്ചിരിക്കുന്ന സമയം വേണ്ടേ? അതില്ല. ഉമ്മ ഒരു ഭാഗത്ത് തോണ്ടുക, പാപ്പ വേറെ ഭാഗത്ത് തോണ്ടുക, എല്ലാവരും തോന്നും. എൻ്റെ മോനെന്ത് ചെയ്ത് വല്യമാൻ്റെ ഫോണെടുത്ത് ഓനും തോണ്ടാൻ തുടങ്ങി. ഓനും തോണ്ടണ്ടേ? പാരമ്പര്യം കാത്ത് സൂക്ഷിക്കണ്ടേ? വേണ്ടേ? തോണ്ടൽ പാരമ്പര്യം കാത്ത് സൂക്ഷിക്കണ്ടേ? അപ്പോൾ ഓനും ഒരു മൊബൈൽ എടുത്ത് ഓനും തോണ്ടാൻ തുടങ്ങി. ഓൻ ഉറ്റമോട്ട് കാര്യമുണ്ടോ? ഞങ്ങളുടെ മഹത്തായ തോണ്ടൽ മാതൃക നിലനിർത്തുന്ന മകന് സ്നേഹാശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോസ്റ്റ് വാങ്ങി കൊടുത്താളി. ഞാൻ വേദന കൊണ്ട് പറയാം എൻ്റെ സുഹൃത്തുക്കളെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. ഇത് പറയാവുന്ന രീതിയിലാണ് മക്കൾ ജനിക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്നത് ഫിത്തുറത്തായിട്ടാണ്. നഫ്സുൽ ഫിത്തുറ എന്ന് അതിന് പറയാ. ഒന്നാമത്തെ ഘട്ടതാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്തുറ ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി. ഹദീസാണത്. നമ്മുടെ കുട്ടിയില്ലേ, ആ കുട്ടി വിലായത്തിൻ്റെ അഹ്ലുകാരനാവാൻ മാത്രം കപ്പാസിറ്റിയിലാണ് ജനിച്ചു വന്നത്. വിലായത്ത് പോട്ടെ, ഒരു മര്യാദയ്ക്ക് ഒരു ഹിദായത്തെങ്കിലും നിലനിൽക്കുന്ന ഒരു അവസ്ഥ ആ കുട്ടിയിലില്ല. പിന്നെ
ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് നിങ്ങളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? പറ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നിങ്ങളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഇല്ല. അവർ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? ആ മക്കൾ അതാ കുറച്ച് കഴിയുമ്പോഴത്തേക്കും, ഈ പ്രത്യേകിച്ച് ഒരു 8-9 വയസ്സ് കഴിയുമ്പോൾ ടൈം ഓഫ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നൊരു ടൈമുണ്ട്. അത് 10 വയസ്സ് മുതലൊക്കെ ആരംഭിക്കും. ആ 10 വയസ്സ് മുതൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മനസ്സിൽ ഞാൻ ഏതെങ്കിലും ഒരാളുടെ ഫാൻ ആവണം എന്നുള്ള ചിന്ത വരും. നമ്മളൊരു ഫാൻ ആക്കി കൊടുത്തിട്ടില്ല. ഈ ഫാനല്ല പറയുന്നത്, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? ഒരു ഫാൻ വേണമെന്നുള്ള, ഫോളോ ചെയ്യാൻ ഒരാൾ വേണമെന്നുള്ള ചിന്ത ഈ 10 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിയിൽ വരും. ആ സമയത്ത് നമ്മളാരെ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇവനെ തെരുവിലിങ്ങനെ ഒരു ചങ്ങായി ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും, ലയണൽ മെസ്സി. അപ്പോൾ ഓൻ ആ ചങ്ങാതിനെ ഫാനാക്കി സ്വീകരിക്കും. കൽബ് കൊണ്ട് മഹബത്ത് വെക്കുന്ന അവസ്ഥയിലെത്തും. പിന്നെ മഹബത്തുൽ മെസ്സിയാണ് എന്ത്, പിന്നെ മഹബത്തുൽ റൊണാൾഡോ, അതൊക്കെ ഉണ്ടാവും. പിന്നെ കുട്ടീനോട് പറഞ്ഞിട്ട് കാര്യം, ഓനെ മുടി മാറും, ഓൻ്റെ ഇവിടെ പച്ച കുത്തും, പലതും കുത്തും തന്നെ ഇവിടെയൊക്കെ. ഓനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എന്ത്? മഹബത്തുൻ നബി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്. അത് ഫത്തുൽ മീനിലൊക്കെ എടുത്തു നോക്കിയാൽ ആദ്യം കാണും, നിങ്ങൾ ഇത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. അല്ലിമോ അല്ലാതൊക്കെ മഹബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ട കാര്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്താണെന്നാണ്. അത് പഠിപ്പിക്കാതെ പിന്നെ എന്താ? ഞാൻ പറഞ്ഞതെന്ന് കുറച്ച് സമയം അതിന് വേണ്ടി ചിലവഴിക്കും വീട്ടിൽ. അള്ളാഹിൻ്റെ ഹബീബിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക കുട്ടികൾക്ക്. എന്നിട്ട് ഈ കുട്ടിൻ്റെ ഉള്ളിൽ ഞാൻ മാതൃകയാക്കേണ്ടത് മുത്തുനബിയാണ്. എന്നിട്ട് ലാസ്റ്റ് ഈ കുട്ടി പറയണം, ഐ ആം ദ പ്രൗഡ് മാൻ ഓഫ് ദ മെസഞ്ചർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നീ കുട്ടി പറയുന്നൊരവസ്ഥ വരണം. ആ കുട്ടി വഴിതെറ്റൂല. പെൺകുട്ടികളും അങ്ങനെ തന്നെ. പെൺകുട്ടികളൊക്കെ ഈ കൊറോണയ്ക്ക് ശേഷമൊക്കെ പല ഈ കൊറിയൻ സീരീസ് അതൊക്കെ കണ്ടിട്ട് സ്ലിം ബോഡി, ഇവിടെ ലിപ്സ്റ്റിക് ഇടല്, മൊത്തം ഡെക്കറേഷനാ പരിപാടി. സാധുക്കൾക്ക് അറിയുന്നില്ലത് എവിടേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ അവസാനം ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തും. വല്ല വിഷയവും മനസ്സിലാവുണ്ടോ പറഞ്ഞിട്ട്? ഒരു മാറ്റം കൊണ്ടുവരണ്ടേ? നടക്കുമോ? വല്ലതും നടക്കുമോ? അതല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ല ക്ലാസ് ആയിരുന്നു, പല പല നല്ല കാര്യങ്ങളും പറഞ്ഞില്ലേ മൂപ്പര് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയിട്ട് എന്തേ മൂപ്പര് പറഞ്ഞിരുന്ന് ഓർമ്മ തന്നെ ഉണ്ടാവില്ല. അതിന് ഞാൻ പറഞ്ഞ ഇസ്മായിൽ വീസൻ്റെ ഈ ചാനലിൽ, ഈ പരിപാടിയില്ല, ഈ ചാനലുണ്ടാവില്ലേ? ചാനലുണ്ട്. നിങ്ങളെ കുടുംബക്കാരൻ തന്നെയാണ്. എത്ര 7 ലക്ഷമൊക്കെ സബ്സ്ക്രൈബേഴ്സ്. എത്ര 7 ലക്ഷം? 7.4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള എന്തെങ്കിലും അല്ല, കാട്ടിക്കൂട്ടലല്ല, അതാണ് മൂപ്പരോടുള്ള നമുക്ക് ഇഷ്ടം. മൂപ്പര് എന്തെങ്കിലും അല്ല, നല്ല നല്ല പരിപാടികൾ അതൊക്കെ മൂപ്പര് ചെയ്യാം. നല്ലൊരു വലിയ സേവനമാണത്. അത് ചെയ്യുന്ന ഒരു വലിയ ചാനൽ, അത് നിങ്ങളുടെ കുടുംബക്കാരനായ ആളാണ്. അപ്പോൾ അതിൽ ഈ സംസാരം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും മൂപ്പരാ പറഞ്ഞ പോയിന്റ് കിട്ടണം തോന്നുന്നു, അത് എടുക്കുക. എൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ കേട്ട് എനിക്കെന്താ ഇട്ടുക? ഹൈർ നടന്നാൽ അതിൻ്റെ ഫലവും അജറും മിസ്ലും അതുണ്ടാവും. അതല്ല, അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ലല്ലോ. എനിക്കെന്തോ കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. നമ്മൾ ഈ ഓട്ടുപാറ കുടുംബത്തിലെ കുട്ടികൾ എന്താ പറയുക, മയക്കുമരുന്നിന് അടിമപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങളെ ആ വിഷയം ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നിർത്തും. അവസാനത്തെ പോയിന്റ് അതെന്താ വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട വിഷയം. അതും ഇന്ന് ഏറ്റവും കൂടുതൽ കൺസൾട്ടിങ്ങിന് വരുന്നതാണ്. അതെന്താണെന്ന് പറയുക, ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഉമ്മമാരും അപ്പമാരും ക്ഷീണിച്ചോ? ഒന്ന് എഴുന്നേറ്റിരിക്കും, ജസ്റ്റ് ഒന്ന് എഴുന്നേക്ക്. ഞാൻ 5 മിനിറ്റോടെ നിർത്തും, എന്നാലും ഒന്ന് എഴുന്നേക്ക്. ചെറിയൊരു ആക്ടിവിറ്റി കേട്ടോ. ഞാൻ റെഡി 1 2 3 എന്ന് പറയും. 3 എന്ന് പറയുമ്പോൾ നേരെ ബാക്കിൽ തിരിഞ്ഞ ആൾക്ക് കൈ കൊടുക്കണം. നേരെ ബാക്കോട്ട് തിരിഞ്ഞ ആൾക്ക് കൈ കൊടുക്കണം കേട്ടോ. റെഡി 1 2 3. ഇങ്ങോട്ട് ഇരിക്കുക. മതി, എത്ര മതി. ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല, ഇതൊരു തമാശ ആക്കിയതാ. അയാൾ ബാക്കോട്ട് പോയി തിരിഞ്ഞില്ലേ? ഏറ്റവും ബാക്കിലുള്ള ആൾക്ക് മാനം കിട്ടിയിട്ടുണ്ട്. കാരണം അതിനിപ്പുറം ആടെ വാക്കില്ല എന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ആർക്കെ കിട്ടിയോ? ഇനി കിട്ടിയെങ്കിൽ അന്തം വിട്ടെങ്കിൽ നിൽക്കുന്ന ആളുണ്ടോ? അയാളെ കിട്ടിയില്ല, അയാളിങ്ങനെ തിരിഞ്ഞിട്ട്. അതൊരു തമാശ. ലാസ്റ്റ് പോയിന്റ് കേട്ടോ. ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയിലെ പെൺകുട്ടികളുടെ, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ഉപയോഗം. ആൺകുട്ടികളുടേതും പറയാനുണ്ട്. അതായത് ശരി വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല, അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയോ. കാരണം ഈ വിഷയത്തിൽ എത്ര കേസാണ് എൻ്റെ അടുത്ത് മാത്രം വരുന്നത്. അത് എൻ്റെ അടുത്ത് മാത്രമല്ല, എല്ലാ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തും വരുന്നുണ്ട്. അത്രമാത്രം കേസുകളാണ്. എന്താണ്? പ്രണയം എന്ന് പറയുന്നൊരു കേസ് ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നൊരു കാലമാണ്. ഈ പ്രണയം ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് വരുന്ന പ്രണയങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ്. പ്രണയം നല്ലതാണ്, വളരെ നല്ല പ്രണയമല്ലേ. പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല പ്രണയം വേണം. ഞാൻ പ്രണയം വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അല്ലേ? പ്രണയം നല്ലതല്ലേ? പ്രണയം വേണ്ടേ? പ്രണയം ഇല്ലാത്തൊരു മനുഷ്യൻ്റെ ഹൃദയത്തിനെ പറ്റി വരണ്ട ഹൃദയമായിരിക്കും. പ്രണയം വേണം. കല്യാണം കഴിഞ്ഞാണ് ഭാര്യനെ പ്രണയിച്ചാൽ മതി. പിന്നെ കണ്ടാലും മതി. അതിനൊക്കെ ഒരു സമാധാനം കിട്ടാനാണ് പ്രണയിക്കണം.
എന്താ ചെയ്യുക? അങ്ങനെയൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ. കല്യാണം കഴിച്ചിട്ട് പിന്നെ വേറെ പെൺകുട്ടിയായിട്ട് ചാറ്റ് ചെയ്യാം. ഇപ്പം നാളെ ഒരു പെണ്ണിൻ്റെ അടുത്ത് വന്നു. എനിക്ക് ആ പെണ്ണിനോട് ഭയങ്കര ബഹുമാനം തോന്നിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണ് നല്ല പെണ്ണ്, ദീനിയായൊരു പെണ്ണ്. കൽബ് നടക്കാനോ നമുക്കറിയില്ല, എന്നാലും മൊത്തത്തിൽ മനസ്സിലായിടത്തോളം ദീനിയായൊരു പെണ്ണ്. ഈ പെണ്ണിൻ്റെ ഭർത്താവ് മര്യാദയ്ക്ക് നിസ്കരിക്കൂല, ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഈ പെണ്ണിൻ്റെ ഭർത്താവ് പല പെണ്ണുങ്ങളായിട്ടും ചാറ്റിങ്ങാണ്. പല പെണ്ണുങ്ങളായിട്ടും നല്ല അഭേദ്യമായ ബന്ധം പലതും ഉണ്ട്. അതിൽ എന്നെ ആ പെണ്ണിനോട് ബഹുമാനം തോന്നിയ ഘടകം എന്താണെന്ന് അറിയാം, ആ പെണ്ണ് ഇന്ന് വരെ ഭർത്താവിൻ്റെ കുടുംബത്തിലോ പെണ്ണിൻ്റെ കുടുംബത്തിലോ വിഷയം പറഞ്ഞിട്ടില്ല. എന്താ കാരണം? എൻ്റെ ഭർത്താവിൻ്റെ ഇമേജ് മോശമായി പോകുന്നു, എൻ്റെ കുട്ടികളെ വാപ്പല്ലേ, എൻ്റെ ഭർത്താവല്ലേ, മൂപ്പര ഇമേജ് മോശമാവുമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു കുട്ടിനോട് വിഷയം പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ പെണ്ണ് എന്ത് ചെയ്ത് ബലമായി പിടിച്ച് കൺസൾട്ടിങ്ങിന് കൊണ്ടുവന്നു. അല്ലാഹു തആല സലാമത്താക്കി കൊടുക്കട്ടെ. അങ്ങനെ കുറേ കേസ് വരാറുണ്ട്. പല പെണ്ണുങ്ങളുണ്ട് അങ്ങനെ. ഭർത്താവിൻ്റെ ഇമേജ്, ആ ഭർത്താവിനല്ല, പിന്നെയും അത് മാറാൻ പോകുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ അതേപോലെ പെണ്ണുങ്ങളുണ്ട്. അതേപോലെ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ പുതിയ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൽ പണ്ട് നമ്മൾ പഠിച്ച വാട്സപ്പ് ഗ്രൂപ്പില്ലേ, അത് രണ്ടാമത് വരുന്നുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ എന്തായാലും ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഏത് ചില ആൾക്കാർ ചിരി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണെന്ന്. സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവില്ല പെണ്ണുങ്ങളെ. നിങ്ങൾ സമ്മതിക്കണ്ടല്ലേ? ആന്നെ സമ്മതിക്കണ്ടല്ലേ ചോദിച്ചപ്പോൾ അത് സമ്മതിച്ച് പാവങ്ങൾ അതുണ്ടാവും. എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അറിയില്ലല്ലോ, ബുദ്ധി ഇല്ലാത്തൊരു കാലല്ലേ. അതിങ്ങനെ വെറുതെ അവരിങ്ങനെ ഒരു ഇതൊക്കെ ചിഹ്നമൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു പരിപാടി അത്. അപ്പോൾ സ്കൂൾ ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അയാൾ ഈ ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ ഇയാളിങ്ങനെ തിരയും, ആ പണ്ടത്തെ മറ്റേ ആളോട് ഞാൻ ഇങ്ങനെ തിരഞ്ഞറിഞ്ഞ്. അപ്പോൾ ഒരു ദിവസം രാത്രി 11:45 മെസ്സേജ്, അറിയുമോ? അയാൾ നോക്കുമ്പോൾ ആ അന്നത്തെ പേരൊന്നും കാണുന്നില്ല, ഫോട്ടോ ഇല്ല. എന്നാലും പേരിൻ്റെ ഒരു ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ആയിരിക്കും വിചാരിച്ചു. അപ്പോൾ ഇന്ന ആളല്ലേ. ഞാൻ വിചാരിച്ചു നീയൊക്കെ എന്നെ മറന്നുപോയി കാണുമെന്ന്. എന്നെ എങ്ങനെ മറക്കാനാ? അങ്ങനെ തുടങ്ങല്ലേ. മൊഹബത്തിൻ്റെ ആ ലഡു പൊട്ടും. പിന്നെ ലഡു പൊട്ടിയിട്ട് പിന്നെ ഇപ്പോഴായിട്ട് ചാറ്റിങ്. ഭർത്താവിന് പ്രത്യേകമായിട്ട് ഒരു സന്തോഷം ഇങ്ങനെ കാണാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? ഭർത്താവിൻ്റെ ഇങ്ങനെയുള്ള ഏത് ചെറിയ മാറ്റം കണ്ടുപിടിക്കാൻ പ്രത്യേക കഴിവ് അള്ളാഹു ഭാര്യമാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അള്ളാഹു തആല വലുതാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോഴേ തട്ടിപ്പ് കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ഭാര്യ ഇത് കാണൂല, ഇയാൾ ഇങ്ങനെ കളിച്ചു പോകും. പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ എന്തോ ഒരു കഴിവ് അള്ളാഹു തന്നിട്ടുണ്ട്. എത്ര ഗുരുത്തം കെട്ട കളി ആണുങ്ങൾ കളിച്ചാൽ നിങ്ങളത് കണ്ടുപിടിക്കുന്നുണ്ട്. അള്ളാഹു തആല കഴിവ് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചിട്ട് ഇത് കണ്ടുപിടിച്ചു. അതാണ് ഒന്ന്. കൂടെ പഠിച്ചു എന്നിട്ട് പ്രണയമായി ചാറ്റിങ്ങായി കാണാൻ ഈ ചങ്ങായിക്കൊന്ന് ആലോചിച്ചൂടെ? ഇവൻ്റെ 35 വയസ്സ് ആ പെണ്ണിനും ഉണ്ടാവില്ലേ? അതൊന്നും അതുപോലെ പണ്ടത്തെ ആളെ ആലോചിച്ചിട്ടായി പോകുന്നത്. ആ പണ്ടത്തെ ആളുടെ അതിനേക്കാളും പ്രായമുള്ള കുട്ടി പെണ്ണിനിപ്പോൾ ഉണ്ടാവും. എന്നിട്ട് കാണാൻ പോകുന്നത്. അതേപോലെ വേറൊന്ന്, ഈ കുടുംബങ്ങൾ തമ്മിലുള്ള കാണാൻ പറ്റുന്നവരും കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ബന്ധങ്ങൾ വഷളായിപ്പോയ മരുക്കളും ഒക്കെ അങ്ങനെയൊക്കെ കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് വിഷയത്തിൽ പറഞ്ഞില്ല. അപ്പോൾ ഇൻസ്റ്റഗ്രാം മാത്രം പെട്ടെന്ന് നിർത്തട്ടെ. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഈ പെൺകുട്ടികൾ നമ്മുടെ പെൺകുട്ടികളൊക്കെ അറിഞ്ഞ പാവങ്ങൾ, അവർ നിഷ്കളങ്കരാണ്. തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഇൻസ്റ്റഗ്രാം എടുക്കുന്നത്. ഇൻസ്റ്റഗ്രാം തെറ്റാണെന്നല്ല ഞാനീ പറയുന്നത്, അങ്ങനെ മനസ്സിലാക്കരുത് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ ഹൈറായ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ മദീനയിൽ നിന്നുള്ള പാട്ട് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മദീനത്തെ ലൈവ്, അല്ലെങ്കിൽ മദീനത്ത് നിന്നുള്ള എന്താതിൻ്റെ പേര് റീൽസ് കാണാൻ വേണ്ടി മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട്. അത് തെറ്റാണെന്ന് അങ്ങനെ പറയുന്നത് അത് തെറ്റല്ല. അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്ന ഒരു ഉസ്താദിനെ അല്ലെങ്കിൽ ഒരു മാദീൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം നോക്കുന്ന ആൾക്കാരുണ്ടാവും. അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇൻസ്റ്റഗ്രാം മൊത്തത്തിൽ തെറ്റാണെന്നല്ല പറയുന്നത്. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതിന് അറിയാതെ വന്നു കഴിഞ്ഞാലുള്ള അബദ്ധമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികളൊരു എക്സൈറ്റ്മെൻറ്റിൽ ഒരു 13-14 വയസ്സാകുമ്പോൾ ഇൻസ്റ്റാഗ്രാം എടുക്കും. അത് ഇവർക്ക് അറിയുന്നില്ല. ഏതോ ഒരാൾ പറഞ്ഞു കൊടുത്തു, എടി ഇങ്ങനെ സംഭവം ഉണ്ട്, അത് ഇങ്ങനെ ആക്കിയാൽ മതി എന്ന് പറയും. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ആക്കൂ. അപ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ പേരൊക്കെ വെച്ച് ഫാത്തിമ ലുബാബ എന്ന പേരൊക്കെ വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഏതോ ഒരു ചങ്ങായി ഏതെങ്കിലും പെൺകുട്ടിയുടെ പേര് കാണാമെന്നൊക്കെ ഓരോരുത്തർ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചാറ്റ് ചെയ്യും. ഹായ്. അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഭയങ്കരതായി, എടി ഒരു ഷെറിൻ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങാതി ചാറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ പെൺകുട്ടിക്ക് ആ എക്സൈറ്റ്മെൻ്റ് ആവും. അപ്പോൾ കൂട്ടുകാരോട് ചിന്ത കാട്ടേണ്ടി, ഹായ് തിരിച്ചു പഠിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഒരു 3-4 ആൾ പിന്നോട് അങ്ങനെ ഹായ് എടുക്കാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെ ആ ബന്ധം ഹായ് ഇങ്ങനെ മൂത്ത് പിന്നെ ഫോൺ നമ്പറായി, ചാറ്റിങ്ങായി. പിന്നെന്തായെന്ന് പറയുന്നത്, വാപ്പയും ഇത് എന്നാ അറിയാമെന്നറിയോ? ഒന്നുകിൽ കല്യാണം അന്വേഷിക്കുമ്പോൾ എത്ര പുതിയ പിള്ളേർ വന്നാലും ഈ പെൺകുട്ടിക്ക് പറ്റൂല. അപ്പോൾ എന്താ ഇവിടെ പറ്റില്ല എന്ന് പറയും. ലാസ്റ്റല്ലേ കാരണം മനസ്സിലാകുന്നത്, മറ്റോന് പ്രായമായിട്ടില്ല, ഓന് വേണ്ടി കാത്തിരിക്കുക. ഏത് ഇൻസ്റ്റഗ്രാമിൽ ഓൻ്റെ സംസ്കാരം എന്താണ്? ഓൻ കള്ളുടിയനാണോ, ഓൻ പെണ്ണുടിയനാണോ, ഓൻ മയക്കുമരുന്നിൻ്റെ ഒന്നും അറിയില്ല. ഓൻ ദീനുണ്ടോ അതും അറിയില്ല. ഇൻസ്റ്റഗ്രാമെന്ന് പരിചയപ്പെട്ടു, അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഓന് വേണമെന്ന് വാശി പിടിക്കുക. എത്ര കുടുംബങ്ങൾ അതിൻ്റെ പേരിൽ തകർന്നു പോയിട്ടുണ്ട്. എനിക്കറിയുന്നൊരു കുടുംബമുണ്ട്, വാപ്പ സ്ട്രോക്കായി പോയി.
മോള് ബാപ്പും ദീനിയായി പള്ളി കമ്മിറ്റീൻ്റെ ഒക്കെ പ്രധാന നേതാവ് ആ നാട്ടിലെ മഹലിൻ്റെ, അയാളുടെ മോൾ ഇങ്ങനെ വേറെ ഒരു ഒന്നിനും പറ്റാത്തൊരു ചങ്ങായി, ഒരു മയക്കുമരുന്നൊക്കെ അടിച്ച് നടക്കുന്ന ഒരു ചങ്ങായിനെ കല്യാണം കേൾക്കുന്നത് വാശി പിടിച്ചപ്പോൾ ഈ ബാപ്പ അവസാനം തലകറങ്ങി വീണു. അയാൾ സ്ട്രോക്കായി, പാർഷ്യലി പാരലൈസ്ഡായി. അപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ബോധം വന്നത്, പഠിച്ചോനെ എനിക്ക് കല്യാണം തന്നെ വേണം, എൻ്റെ ഉപ്പാനെ നോക്കാൻ വേണ്ടി ഞാൻ ബാക്കി ജീവിതം മുഴുവനും മാറ്റി വെക്കുകയാണെന്ന്. ആ പെൺകുട്ടി ഇപ്പോൾ വാപ്പാനെ നോക്കിയിരിക്കുക. അവിടെ കല്യാണം നോക്കുന്നുണ്ട്, പക്ഷേ ആ പെൺകുട്ടി ഇപ്പോഴും പറയും എനിക്ക് വാപ്പാനെ നോക്കിയാൽ മതി, എൻ്റെ വാപ്പാൻ്റെ ഗുരുത്തക്കേടാണല്ലോ എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ബാപ്പ ബോധം കിട്ടി വീഴേണ്ടി വന്നു ആ പെൺകുട്ടിക്ക് ബോധം വരാൻ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണം, നമ്മളെ പെൺകുട്ടികൾക്ക് എന്തിനാണ് ഇൻസ്റ്റഗ്രാം? ഞാൻ എല്ലാ സമയത്തും പറയുന്നൊരു കാര്യമാണ്, പെൺകുട്ടികൾക്ക് കാരണം എന്താണെന്നറിയോ, എപ്പോഴാണ് അപകടം പറ്റുക നമുക്കറിയില്ല. ഇനിയിപ്പോൾ ഒരു മാതാപിതാക്കൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് പറയാൻ സാറേ അത് കുഴപ്പമൊന്നുമില്ല സാറേ, അങ്ങനെ വലിയ വിഷയമൊന്നും ആക്കേണ്ടതില്ല, ഉപയോഗിച്ചോട്ടെ, ആയിക്കോട്ടെ, കുഴപ്പമില്ലല്ലോ, ആരപ്പോൾ നിർബന്ധിച്ചിട്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞേ. പക്ഷേ നാളെ മറ്റന്നാൾ പ്രണയമാണെന്ന് പറഞ്ഞിട്ട് വരാൻ പാടില്ല, അവിടെ വിഷയം. നാളെ മറ്റന്നാൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമൊന്നും കുഴപ്പമില്ല, അതൊക്കെ പുതിയ കാലത്തുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ അല്ലേ, കുറച്ചൊക്കെ ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ടാവും നിങ്ങൾ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, എത്ര സുന്ദരമായ വിശാലമായ നിലപാടല്ല അത്. ജ്ഞാനാത്വത്തിൽ ഏകത്വമല്ലേ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഹറാമാണോ അത്? അല്ല. പക്ഷേ വിഷയം എന്താണെന്നറിയോ, നാളെ ഈ കാമുകനുണ്ടല്ലോ ചാറ്റ് ചെയ്യുന്നേ, ഓൻ്റെ കൂടെ അവൾ കറങ്ങാൻ പോയാലും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല, ഓൻ്റെ കൂടെ കറങ്ങുന്നതിനിടയിൽ റൂം എടുത്താലും കുറ്റം പറയാൻ പാടില്ല, റൂം എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാലും കുറ്റം പറയാൻ പാടില്ല, സമ്മാനമായി ട്രോഫി കിട്ടിയാലും സന്തോഷത്തോടെ സ്വീകരിക്കുന്നൊരു വിശാല മനസ്കത കാണിക്കണം. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായത് പറഞ്ഞത്? അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ കുടുംബം, എൻ്റെ കുടുംബത്തിൽ ഒറ്റ കുട്ടി സാധനം ഉപയോഗിക്കൂല. അത് ഞാൻ ആവർത്തിച്ച് പറയുന്നു, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഇല്ല, എൻ്റെ പേരിലൊരു അക്കൗണ്ട് ഉണ്ട്, അത് ഞാൻ എൻ്റെ സമ്മതത്തോടെ വേറൊരാൾ ഉപയോഗിക്കുന്നതാണ്. ചില ഇങ്ങനെ ക്ലിപ്സൊക്കെ വിടാൻ വേണ്ടിയിട്ട്, നമ്മുടെ സംസാരത്തിൻ്റെ ക്ലിപ്സ് വിടാൻ വേണ്ടി എൻ്റെ സമ്മതത്തോടെ വേറെ ആൾ ചെയ്യുന്നതാണ്. എൻ്റെ മോൻ നോക്കിയാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ല, ഞാൻ എടുക്കാറില്ല, സമയമില്ല മക്കളെ, സമയമില്ല. എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്, അതെന്നെ 3-4 മാസം കൂടുമ്പോൾ ഒരു പോസ്റ്റ് ചെയ്താൽ അതിന് എന്തെങ്കിലും ഒരു ഹൈറായ കാര്യം ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യും. ആ നൗഫലൊക്കെ ഉണ്ടായില്ല, ഓനെ കാര്യം ഇങ്ങനെ പാളി വെക്കണം കാണാതിരിക്ക്, അത്രേ ഉള്ളൂ. പിന്നെ യൂട്യൂബ് ഉണ്ട്, അതും ഓഫീസിൽ നിന്ന് കൈകാര്യം ചെയ്യുക. ഒന്ന് വേറെ ഒരു മധുവുമായി ബന്ധപ്പെട്ട വേറൊരു ചാനലുണ്ട്, അത് വേറെ ടീമാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട സൈക്കോളജി മാത്രമുള്ള ചാനലുണ്ട്, 100 വീഡിയോസ്, അത് വേറെ ടീമായി കൈകാര്യം ചെയ്യുന്നത്. ഒന്നും ഞാൻ അറിയില്ല, ഞാനത് റെക്കോർഡിങ്ങിൻ്റെ ഒന്ന് ഞാൻ തന്നെ പോകണ്ടേ, ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ തന്നെ വേണ്ടേ. ഈ ഇസ്മായിൽ വീസിക്ക് നമ്മൾ ഒരുപാട് സഹായിക്കുന്ന ആളാണ്, കാരണം ഞാൻ ഇതിപ്പോൾ ഈ സംസാരം ഇതിവിടെ റെക്കോർഡ് ചെയ്യും, അതിൻ്റെ ഇത് നമുക്ക് അയച്ചു തരുമല്ലേ. അതെന്തിനാ ഇവിടെ സംസാരിച്ച് ഈ ഓട്ടുപാറ കുടുംബം കാരണമാണ് ഈ സംസാരം ഉണ്ടായതെങ്കിലും ഇതിൽ പറയുന്ന വിഷയങ്ങൾ പല കുടുംബങ്ങളിൽ നടക്കുന്നതിനല്ലേ. അപ്പോൾ അവർക്കൊക്കെ എത്തിക്കണം, 10,000ങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് ഈ സംസാരം എത്തും. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലം നിങ്ങൾ ഈ ഓട്ടുപാറക്കാർക്കൊക്കെ ഉണ്ടാവും, അത് ഇസ്മായിൽ വീസി കാരണക്കാരനാവും. ഇങ്ങനെ ഓരോ സഹായങ്ങൾ നമുക്ക് ഓരോരുത്തർ ചെയ്തു തരാറുണ്ട്. പിന്നെ നമ്മളെ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോണിറ്റൈസേഷൻ ഓഫുള്ള ചാനലാണ്. കാരണം ഞാൻ പണ്ഡിതന്മാരോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചു നോക്കി, അതിൻ്റെ പൈസ എടുക്കാൻ പറ്റുമോ, യൂട്യൂബിൻ്റെ പൈസ ഹലാലാണോ? എന്നോട് പണ്ഡിതന്മാരാണ് ആധികാരികമായിട്ട് എല്ലാം വിശദീകരിച്ചു. അവർ പറഞ്ഞു ഹലാലല്ല എന്നാണ്, ഒരു പൈസ ഒന്നും വരെ എടുത്തില്ല. അപ്പോൾ അത് പൈസയ്ക്ക് വേണ്ടിയുള്ള ചാനലല്ല, രണ്ടും അങ്ങനെയല്ല. മറ്റേ ചാനൽ തുടങ്ങി 8 കൊല്ലമായി, അതിലുണ്ട് 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇത് നമ്മളൊരു ബിസിനസ്സോ കാര്യങ്ങളോ അല്ല ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം, യൂട്യൂബിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് അക്കൗണ്ട് ഇല്ല. പിന്നെ അതേ സമയം ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ, അത് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവാം, പ്രൊഡക്റ്റിൻ്റെ എന്താ പറയുക, അതിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇൻസ്റ്റഗ്രാമിൽ ഉപയോഗിക്കേണ്ടി വരും, ഫേസ്ബുക്ക് ഉപയോഗിക്കേണ്ടി വരും, യൂട്യൂബ് ഉപയോഗിക്കേണ്ടി വരും. അത് നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗം, ഹലാലായ ബിസിനസ്, അതിന് വേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയ അടച്ചാക്ഷേപിക്കല്ല ഞാൻ ചെയ്യുന്നത്. ചെറിയ കുട്ടികളില്ലേ കല്യാണം, അവർക്ക് വേണ്ട, കല്യാണം കഴിക്കാത്ത കുട്ടി അവർക്ക് വേണ്ട. കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ഭർത്താവായിട്ട് തീരുമാനിച്ചോട്ടെ. ഇനി വേറെ കാര്യമുണ്ട്, ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കാൻ സമ്മതം കൊടുക്കുന്ന ഭർത്താവ് വേണോ തീരുമാനിക്കേണ്ട വേറെ വിഷയമാണ്, അത് വേറെ കാര്യം. അല്ലെങ്കിൽ കുട്ടികൾ ചാടിപ്പോയിട്ട് പിന്നെ നിങ്ങൾ കൗൺസിലിങ്ങിന് വേണ്ടി വരാൻ പാടില്ല, അതാ വിഷയം. എന്നിട്ട് ഞാൻ ചോദിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പണ്ടേ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അത് പ്രശ്നമില്ല സാറേ ഞങ്ങൾ വിചാരിച്ചു. നിങ്ങളങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ സഹോദരങ്ങൾ, ഞാനിത് പറയാനുള്ള കാരണം അത്രയും കേസ് കണ്ടതുകൊണ്ടാണ്. മിഞ്ഞാന്ന് വന്നിട്ടുണ്ടൊരു കേസ്, അതിൻ്റെ 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ടൊരു കേസ്. നമ്മളെ ഉമ്മത്തിൽപ്പെട്ട കേസുകളാണ് ഈ വരുന്നത്. ഇതൊന്നും തെറ്റില്ല, ശരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിശാലമായിട്ട് ലിബറലിസത്തിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെയാണ് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കിതിൻ്റെ വേദന മനസ്സിലാവും. കാരണം എനിക്കൊരു പെൺകുട്ടി ഉണ്ട്, എൻ്റെ 3ാമത്തെ കുട്ടി പെൺകുട്ടി, 2 ആൺകുട്ടിയുടെ പെൺകുട്ടി എനിക്ക് ഉണ്ട്. അപ്പോൾ എൻ്റെ 3ാമത്തെ പെൺകുട്ടി ഫാത്തിമ എന്നാണ് എൻ്റെ പേര്. അതിനിപ്പോൾ 2.5 വയസ്സായിട്ടുള്ളൂ. ആ ഫാത്തിമ എന്നുള്ള പെൺകുട്ടീനെ ഒരു വാപ്പ എന്നുള്ള നിലക്ക് എൻ്റെ നെഞ്ചത്തിട്ടിട്ടാണ് ഞാൻ വളർത്താറുള്ളത്. എനിക്കതിൻ്റെ വേദന അറിയാം. ഈ പെൺകുട്ടി ഞാൻ എൻ്റെ നെഞ്ചത്തിട്ട് ഇപ്പാന്ന് പറയും, നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരാൻ കാത്തിരിക്കുക, ഇപ്പം ചെയ്യാൻ ഓടി വരുന്നത് കേട്ട് ഇപ്പം അതിൻ്റെ കൈമലി എന്തോ ഇത് കഴിച്ചതിൻ്റെ കണക്കവിടെ കാക്കും, അത് ഭയങ്കര രസമാണ്. അതൊക്കെ ആ കുട്ടി നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മളെ നെഞ്ചത്തിട്ട് പലപ്പോഴും ഉറക്കി അങ്ങനെ പൊന്നുപോലെ നോക്കിയ മോള്
ഒരു സുപ്രഭാതത്തിൽ ഇപ്പം നിങ്ങൾ പറയുന്ന നിങ്ങൾ പോയാലും കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഓനെ മതി എന്ന് പറഞ്ഞാൽ ഏത് ബാപ്പാക്കാണ് സഹിക്കുക, ഏത് ഉമ്മക്കാണ് സഹിക്കുക? സഹിക്കുമോ? ഇല്ല. പക്ഷെ എന്ത് വേണം? സഹിക്കൂല എന്ന് പറഞ്ഞിട്ട് മാത്രമേ കാര്യമില്ല, അതിനുള്ള നിലപാട് ആദ്യം എടുക്കണം, തുടക്കം മുതലേ വേണം. ഇപ്പോൾ ഒറ്റ കാര്യം കൂടി വേണം അവസാനിപ്പിക്കാം, ഇതിൻ്റെ ഭാഗം തന്നെ വേണ്ടത്, വേറെ വിഷയമല്ല. ഇപ്പോൾ ഈ സ്ത്രീ പുരുഷ സൗഹൃദങ്ങളുണ്ട്, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ്, അത് പരിധി വിട്ടു പോകുന്നുണ്ട്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരാൾ പറയും സാറേ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല, അവരോട് നമുക്ക് എതിർപ്പില്ല. പക്ഷേ അത് പ്രശ്നമായി കഴിഞ്ഞാൽ കൗൺസിലിംഗ് വരാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ. ഒരു ഭാഗത്ത് ആധുനികതയുടെ എല്ലാ വിശാലതയും വേണമെന്ന് പറയാം, മറ്റൊരു ഭാഗത്ത് കുട്ടി ചാടി പോകാൻ പാടില്ല എന്ന് പറയാം. രണ്ടും കൂടെ നടക്കൂല, രണ്ടും കൂടെ ഒരിക്കലും നടക്കൂല. ഒരിക്കൽ എൻ്റെ അടുത്തൊരു വാപ്പ വന്നു, എന്നിട്ട് പറയും സാറേ എൻ്റെ മോള് ചാടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം? ആകെ ഒരു മോളാ സാറേ, ഓള് ചാടിപ്പോയി. അപ്പോൾ ഓൾക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടി, കോളേജിൽ പോകാൻ സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തു, മൊബൈൽ വേണമെന്ന് പറഞ്ഞാൽ നല്ല മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു, ഇൻ്റർനെറ്റ് കണക്ഷൻ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തു കൊടുത്തു, എല്ലാം. അവൾ എത്ര നേരം ഫോൺ ഉപയോഗിച്ചാൽ പോലും ഞങ്ങൾ എതിർത്തൊന്നും പറഞ്ഞില്ല, അത്ര സ്നേഹത്തോടെ നോക്കിയെന്നാ അയാൾ പറയാം. എത്ര നേരം പാതിരാത്രിക്ക് ഫോൺ ഉപയോഗിച്ചാലും ആരോട് വിളിച്ച് സംസാരിച്ചാലും ഞങ്ങൾ എതിർത്തില്ല, സ്നേഹമായിട്ട് ഇയാൾ പറയുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള മോള് ചാടിപ്പോയിട്ടില്ലെങ്കിലല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടേ? ആ മോള് ചാടിപ്പോയിട്ടില്ലെങ്കിലല്ലേ വരണ്ടേ? എന്താ ആൾ വന്നിട്ട് പറയണ്ടേ സാറേ ഞങ്ങളുടെ മോൾക്ക് എല്ലാ സൗകര്യം, ഫോണും പാതിരാത്രി സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും മോൾക്ക് ലൈനൊന്നും ഇല്ല സാറേ എന്ന് പറഞ്ഞിട്ട് വരണോ? ഇപ്പം ലൈനൊന്നുമല്ല, പുതിയ കാലം വേറെ. ആ പേര് പറഞ്ഞ് ഫേമസ് ആക്കണമെന്ന് തോന്നി, ബെസ്റ്റി എന്നാണ് ഒരു പേര്. ഞങ്ങൾ വിചാരിക്കത് സുഹൃത്ത് എന്നുള്ളതിൻ്റെ പുതിയൊരു പേരൊക്കെ, അതൊന്നുമല്ല. അതിനപ്പുറത്ത് വേറെ സാധനമുണ്ട്, FWB എന്നതിൻ്റെ പേര്, ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ്. മനസ്സിലായില്ലേ? ബെനിഫിറ്റ് എന്താ മനസ്സിലായില്ലേ? ഫിസിക്കൽ ഇൻ്റർകോഴ്സ്. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ് ആണ് ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദം. എന്ത്? അവർ തമ്മിൽ എല്ലാം ഷെയർ ചെയ്യുന്നു എന്ന് അതിൻ്റെ അർത്ഥം. കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ കോളേജിനെതിരെയുള്ള ആരോപണമായി മാറി. തൊട്ടടുത്തൊരു കോളേജ്, ഇവിടുന്ന് ഇത് പെടണ്ണപ്പാറല്ലേ, ഈ എടവണ്ണപ്പാറ നാട്ടിൽ നിന്ന് വലിയ ദൂരമില്ലാത്ത സ്ഥലത്തുള്ളൊരു കോളേജ്, 90% മുസ്ലിംസ് പഠിക്കുന്നൊരു കോളേജ്. എടവണ്ണപ്പാറന്ന് വലിയ ദൂരമില്ലാത്തൊരു കോളേജ്. നിങ്ങൾ ഒരു കോളേജ് കൂട്ടിക്കോ, മലപ്പുറം ജില്ലയിലാണ് വളരെ പ്രധാനപ്പെട്ട കോളേജ്. അവിടെ നിന്നാണ് ഇപ്പോൾ അടുത്തൊരു കേസിൻ്റെ അടുത്ത് വന്നത്, FWB എന്ന് പറഞ്ഞിട്ട്. FWB എന്ന് പറഞ്ഞാൽ എല്ലാം ഷെയർ ചെയ്യുന്ന ബന്ധം, ഒരാണും പെണ്ണും തമ്മിൽ എന്തൊക്കെ ചെയ്യുക അതൊക്കെ ഷെയർ ചെയ്യുന്നു അതിൻ്റെ അർത്ഥം. ബെസ്റ്റി എന്ന് പറഞ്ഞാലും ആ അർത്ഥമുണ്ട്. പണ്ടത്തെ പോലെ ഫ്രണ്ട്ഷിപ്പൊന്നുമല്ല. പണ്ടത്തെ കാലത്തേക്ക് ഒരു ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ലൈൻ്റെ അടുത്ത് പോകാൻ തന്നെ പേടിക്കാരോ അല്ലേ? പണ്ട് ലൈൻ അടിച്ച ഒരു കൈപ്പൊക്കണ്ട, എല്ലാവരും പൊക്കേണ്ടി വരും, അതിനെ ഇടക്കാറാവത്. അതല്ല വീഡിയോ എന്തെങ്കിലും കണ്ടാലോ ലൈൻ അടിച്ചവരൊക്കെ കൈപ്പൊക്കാറ്, എല്ലാവരും അടിച്ചിട്ടുള്ള ഒരു കാലത്ത് ഒരു ക്രഷ് എന്നൊക്കെ പറയും. ഒരു ചിലപ്പോൾ ലൈൻ അടിച്ചൊക്കെ നടന്നിട്ടുണ്ടാവില്ല. എന്നാളൊരു ഒരു മൂലാരിട്ടിൻ്റെ ഒരു അനുഭവം പറയണേ. മൂലാരിറ്റി പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ ദർസിൽ പഠിക്കുന്ന മുത്താലിമ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂലാരിറ്റിയാണ്. ഈ മൂലാരിറ്റിന് 3 പെൺകുട്ടികൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കിസ് ചെയ്തു. ഇത് ഹക്ക് പറയാം, അള്ളാഹുവിനെ സാക്ഷി എടുത്ത് തമാശ പറയല്ല, ഹക്ക് ഉണ്ടായ സംഭവം പറയാം. ഇത് ഞാനല്ല, എൻ്റെ ഒരു സുഹൃത്താണ് കൈകാര്യം ചെയ്ത് ആ കേസ്. എടാ പെൺകുട്ടികളെ 3 സ്കൂളിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ഇവർ ഈ മുത്താലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരു പാവങ്ങളായി ഒരു നല്ല സ്വഭാവമൊക്കെ ആയിട്ട് ഒരു അച്ചടക്കത്തോടു കൂടെ ഈ കുട്ടിനെ കാണാനൊരു വെളുത്തിട്ടാണ്. അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കണം, ഈ പെൺകുട്ടികളൊക്കെ ഏറെ സാധനങ്ങൾ, അതായത് പറയുന്നത് എടി ആ മൂലരിട്ടിനെ കാണാൻ നല്ല രസമുണ്ടല്ലേ, നമുക്ക് ഉമ്മ കൊടുക്കുക. ഈ 9ാം ക്ലാസ്സിലുള്ള പെൺകുട്ടിക്ക് 14 വയസ്സ് 15 ആയിട്ടുണ്ടാവുള്ളൂ. ഈ പെൺകുട്ടി പറയാം എടി അതിലൊന്ന് കിസ് ചെയ്താലോ. അപ്പോൾ ഇവിടെ ഇച്ച് കിസ് ചെയ്ത് ഞാനും കിസ് ചെയ്യുന്നു. അങ്ങനെ ഇവർ 3 ആളും കൂടെ ചാടി വീണ് ആക്രമിച്ചു. പാവപ്പെട്ട ബുദ്ധി ഹക്കാണ് ഞാൻ പറഞ്ഞിട്ട് തമാശ പറയില്ല. എനിക്ക് എൻ്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാളുണ്ട്, അദ്ദേഹം കൈകാര്യം ചെയ്ത കേസ് അദ്ദേഹത്തിൽ നേരിട്ട് ഞാൻ കേട്ടതാണ്. ഇതാണ് അവസ്ഥ. ഭയങ്കര സാധനങ്ങളാണ് ഈ പെണ്ണുങ്ങളിപ്പോൾ പുതിയ തലമുറയിൽ, എല്ലാവരും അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഈ വിഷയത്തിലും കൂടെ ഒരു തീരുമാനം എടുക്കാമോ. ഡിവൈസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ഡിവൈസിൻ്റെ കാര്യം പറഞ്ഞല്ലേ, മൊബൈലിൻ്റെ കാര്യം. നിങ്ങൾ മക്കൾ വീട്ടിൽ പോയിട്ട് തീരുമാനം എടുക്കും, മക്കളെ നമ്മളിതാ ഡിവൈസിൻ്റെ കാര്യം. എന്നിട്ട് നിങ്ങൾ അപ്പോൾ കുട്ടികൾ 2 വയസ്സ് 2.5 വയസ്സുള്ള കുട്ടികൾ ഇതിൽ അടിമപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. അപ്പോൾ എന്തെങ്കിലും ഐഡിയ എടുക്കുക. അതിൻ്റെ ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ എന്തെങ്കിലും ടോയൊക്കെ വാങ്ങിക്കൊടുക്കുക. എന്നിട്ട് അവരുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരിക. ഒരു പുതിയൊരു സാധനം കിട്ടുമ്പോൾ ഒരു 100% അറ്റൻഷൻ അതിലേക്ക് വരും കുട്ടിക്ക്. എന്നിട്ടിത് മാറ്റാം. ഒന്ന് പുതിയത് കൊടുക്കാതെ മാറ്റിയാൽ അവർ ഭയങ്കര കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഇനി ഒരു കുട്ടികൾ പിന്നെ ഘട്ടമായിട്ട് മാറ്റി കൊണ്ടുവന്നിട്ട് പിന്നെ 5 വയസ്സിന് മേലെയുള്ള 10, 12, 15 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ വല്ലപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞ വെടിവെക്കുന്ന റേസിംഗ് ഗെയിമുകൾ അല്ലാത്ത ഇൻ്റലക്ച്വൽ ഗെയിമുകൾ ഉണ്ടാവും.
ബുദ്ധി വർദ്ധിപ്പിക്കുന്ന പസിൽസോ അതുപോലെ തന്നെ ബ്രിക്സിൻ്റെ ഗെയിമോ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളില്ലാത്ത രസകരമായ ഗെയിം കുറഞ്ഞ സമയമൊക്കെ വല്ലപ്പോഴും ഞാൻ പറഞ്ഞു ഒന്നും അല്ല കേട്ടോ, കളിച്ചോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആ കുട്ടികളും അസാംസ്കാരിക പ്രവർത്തനങ്ങൾ വൃത്തികെട്ട പലതും ഇതിനകത്ത് കാണുന്നത് ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. ഒരു കുട്ടി പറഞ്ഞു, 12 വയസ്സുള്ള കുട്ടി ആവശ്യമില്ലാത്ത ഇതിൽ കണ്ടിട്ട് എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, ഓൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു, വാക്ക് ഞാൻ പറയുന്നില്ല, എങ്ങനെ സെർച്ച് ചെയ്താലും രസകരമായ സംഭവങ്ങൾ കാണാം. അപ്പോൾ എന്താ വൃത്തികേടാണ് അവൻ കാണുന്നത്. എന്നിട്ട് ആ വൃത്തികേട് സ്വന്തം പെങ്ങളിൽ സ്വന്തം സിസ്റ്ററിൽ അവൻ ചെയ്തു, നടന്നില്ല, ശ്രമിച്ചു, അങ്ങനെയാണത് പിടിച്ചത്. ഒക്കെ നമ്മളിപ്പോൾ പുതിയ തലമുറയിൽ കാണുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ സംഭവം എന്ന് പറയുന്നത് ശരിക്ക് നമ്മൾ ആകെ ലക്ഷ്യം എന്ന് പറയുന്നത് മരിക്കുന്ന സമയത്തൊന്ന് ചിരിച്ചിട്ട് മരിക്കണം. അതിനല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനൊരു മൂല്യത്തോടു കൂടെ ജീവിക്കണം. ഞാൻ അവസാനമായിട്ടൊരു വാക്ക് പറയുന്നു. നിങ്ങൾ അള്ളാഹിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരെ വല്ലാതെ മുറുകെ പിടിച്ച് അവരെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുക. മുത്തറസൂൽ പറഞ്ഞിട്ട് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യഹ്ബബുക്കും. വല്ലാത്തൊരു വാക്കാണത്. അത് എനിക്ക് വിവരമില്ലാത്ത ആളാണ് ഞാൻ. എനിക്ക് കിട്ടുന്നത് പറയുകയാണെങ്കിൽ തന്നെ മണിക്കൂറുകൾ ഞാൻ പറയാം. അത്ര വിശാലമായ മാറ്ററാണത്. റസൂലുള്ളാഹി പറയാം, അള്ളാഹ് പറയാണ്, നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആരോട്? നമ്മളോട് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ പിൻപറ്റുക, ഇത്തിബാ ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. ആ അവിടെ ശരിക്കും അവിടെ എന്നെ മഹബത്ത് വെക്കുക എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് അവിടെ ഇത്തിബാവ് എന്നുള്ള ഭാഗം വന്നുകൊണ്ട് ചർച്ച ഉണ്ട്. അതിൻ്റെ ചർച്ചൻ്റെ മറുപടി എന്താ വെച്ചാൽ, മഹബത്ത് പൂർണ്ണമാകുന്നത് അതിൻ്റെ എക്സ്പ്രഷൻ വരുമ്പോഴാണ്. അപ്പോൾ ആ മഹബത്ത് പ്ലസ് അതിൻ്റെ എക്സ്പ്രഷൻ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഇത്തിബാവ് എന്നുള്ള പദം അവിടെ വന്നത് എന്ന് ഇമാമിങ്ങൾ അതിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലേ? ഇത്തിബാവ് എന്നുള്ള പ്രയോഗം വരാനുള്ള കാരണം അതാണ്. അപ്പോൾ ആ മഹബത്ത് വേണം, ആ മഹബത്തിനനുസരിച്ചിട്ടുള്ള ജീവിതം കൂടെ വേണം. അത് എക്സ്പ്രഷനും വേണം. സ്വലാത്തായിട്ടും വരും, നമസ്കാരങ്ങളായിട്ടും വരും, സൂക്ഷ്മതയുള്ള ജീവിതമായിട്ടും എല്ലാമായിട്ടും വരും. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞത് നിങ്ങൾ നേരെ അങ്ങോട്ട് പോയിക്കോളിന്നല്ല, ഇങ്ങോട്ട് വരീന്നാണ് പറഞ്ഞത്. ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിങ്ങളെന്ത് ചെയ്യും? യുഹ്ബബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾ സ്നേഹിക്കുന്ന. അപ്പോൾ അതൊന്ന് മക്കൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഖുർആൻ പാരായണമൊക്കെ ചെയ്യുന്നൊരു ജീവിതം. പാപ്പ ഉമ്മി എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കും. ഒന്ന് ആലോചിക്കേണ്ട രസം ഉണ്ടാവും വീട്ടിൽ. തഹജ്ജുദ് നിസ്കരിക്കുന്നൊരു വീട്. ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, സാറേ ഇവിടെ സുബഹിനെ കിട്ടുന്നില്ല. എടാ തഹജ്ജുദ് സുബഹിനെ കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ തഹജ്ജുദ്? ഒരു കാര്യം ഞാൻ അടിവരായിട്ട് പറയാം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ 2 മണിക്ക് ഉറങ്ങിയാലും 4 മണിക്ക് എഴുന്നേക്കും. 3:30 ഉറങ്ങിയാലും 4 മണിക്ക് നിങ്ങൾ എഴുന്നേക്കും, ആത്മാർത്ഥമായിട്ടാണെങ്കിൽ. ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഗൾഫ് പോകണ തലേന്ന് രാത്രി 2:30 ഉറങ്ങിയാലും 4 മണിക്ക് എഴുന്നേക്കുന്നില്ലേ? ഇല്ലേ? ഫ്ലൈറ്റ് മിസ്സാവും വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ടൂറ് പോവുകയാണെങ്കിൽ ടൂറ് മിസ്സാകുമെന്ന് വിചാരിച്ചിട്ട് എഴുന്നേക്കുന്നില്ലേ? അപ്പം അത്ര പോലും അള്ളാഹുമായിട്ടുള്ള ഒരു സമ്പർക്കം, ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതല്ല എന്നതുകൊണ്ടല്ലേ ഇങ്ങനെ വരുന്നത്. ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് അള്ളാഹിനെ ആലോചിക്കണമെങ്കിൽ എന്ത് വരണം എന്നറിയോ? അസുഖം വരണം. അസുഖം വരണം, വേണ്ടേ? അള്ളാഹ് നമ്മൾ ഏറ്റവും കൂടുതൽ വിളിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ പറ, ഞാൻ നീട്ടിക്കൊണ്ട് പോയാലുണ്ട്, 5 മിനിറ്റ് അവസാനിപ്പിക്കാനാണ്. പക്ഷെ അത് പ്രധാന അവസാനം അതിൻ്റെ കൺക്ലൂഷനാണത്. ഇന്നത്തെ കാലത്ത് നമ്മൾ അള്ളാഹിനെ ഏറ്റവും കൂടുതൽ വിളിക്കുക എപ്പോഴാണ്? നമുക്ക് അസുഖം ഉണ്ടാകുമ്പോഴാണോ ഇല്ലാതിരിക്കുമ്പോഴാണോ? എപ്പോഴാ? ഉണ്ടാകുമ്പോഴല്ലേ? അല്ലേ? എന്തൊരവസ്ഥ! അതന്നെ കഷ്ടകാലം. രോഗം ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ വിളിക്കാം, അത് വിളിക്കണ്ടെന്നല്ല പറയുന്നത്. അപ്പം നമ്മൾ രോഗം മാറ്റിത്തരാൻ മാത്രമാണോ അള്ളാഹു? ആണോ? വിസ പാസ്സാക്കി തരാൻ മാത്രം അള്ളാഹു? ഊരവേദന മാറ്റാൻ ഡോക്ടർ അള്ളാഹു? കല്യാണം ശരിയാക്കാനും വീട് ശരിയാവാനും സ്ഥലം വിറ്റ് പോകാനും മാത്രം അള്ളാഹു ആണോ? അള്ളാഹിനോട് ചോദിക്കേണ്ട പരമപ്രധാനമായ കാര്യം എന്ന് പറഞ്ഞാൽ, പടച്ചോനെ എന്നൊന്ന് കൊന്നുതരണം എന്നാ. അതെന്താ കൊന്നുതരണം? അനാനിയത്തിനെ കൊല്ലണം എന്നാണ് പറയുന്നത്. എൻ്റെ ഉള്ളിൽ ഞാൻ എന്നുള്ള അഹങ്കാരമുണ്ട്, അതൊന്നും ഇല്ലാതാക്കിയിട്ട് ഞാൻ നീയിൽ ലയിക്കുന്ന ആ ഒരു പ്രത്യേകമായൊരവസ്ഥ, ഫനാ എന്ന് പറയുന്നതിന്. ഫനാ സംഭവിച്ചിട്ട് നിസ്കരിച്ചാലുണ്ടല്ലോ, നിസ്കാരത്തിൽ നിന്ന് ഇങ്ങോട്ട് വരില്ല മക്കളെ. എന്തോ ഒരു ആനന്ദം അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നിസ്കരിച്ചിട്ട് 10 ജ്യൂസ്, 1 കോടി ജ്യൂസ് കുടിച്ചതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കിട്ടുക, ആനന്ദം കൊണ്ട് ഇങ്ങനെ. അപ്പോഴാണ് ഇവരൊക്കെ വിളിച്ച് പറഞ്ഞത്, ഐന അബ്നാ ഉൽ മുലൂക്ക് അൻ ഹാദിഹിൽ ലദാത്ത്. ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് ഒരു AC, ഒരു എയർ കണ്ടീഷണർ, ഒരു ഫാനും ഒന്നും ഉണ്ടാവില്ല. ഈ ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് കാട്ടിൽ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടൊക്കെ ഇതൊക്കെ വിളിച്ച് പറഞ്ഞ് ഔലിയാക്കന്മാർ വിളിച്ച് പറഞ്ഞ് ആ ഘട്ടത്തിലാണ്. അതിങ്ങനെ ലദ്ദത്തുൽ ഇബാദത്ത്, ലദ്ദത്തുൽ ദിക്ർ, ലദ്ദത്തുൽ ശുക്ർ, ലദ്ദത്തുൽ മഹബ, ഇങ്ങനെ കുറേ സാധനങ്ങൾ, ലദ്ദത്തുൽ ഇൽമുണ്ട് പണ്ഡിതന്മാർക്ക്. അതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോഴാണ് അവരത് വിളിച്ച് പറയുന്നത്. അങ്ങനെ ഒരു ലോകമുണ്ട് നമുക്ക്. അപ്പോൾ ഒന്ന് അള്ളാഹുവിനോടൊന്ന് അടുക്കണം. രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർമാരോട് പറയും പോലെ ഉൾപ്പില്ലാതെ പറയുന്നൊരവസ്ഥ അല്ല. അല്ലാത്തപ്പോൾ അള്ളാഹിനെ വിളിക്കണം, ശരിക്കും വിളിക്കണം. അങ്ങനെ വിളിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഒരു തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന, സുബഹിയൊക്കെ നിസ്കരിക്കുന്ന ഓട്ടുപാറക്കാർ എൻ്റെ നാട്ടിൽ, ഞാനിപ്പോൾ താമസിക്കുന്ന അവിടെ മൂപ്പരോടെ പോയോ? അവിടെ ഇരുന്ന ആളാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ മൂപ്പര വീട്. അപ്പോൾ പലരും ഉണ്ട്. നമ്മളെ സുഹൃത്താണ് റഹീം.
അല്ലേ? റഹീം നമ്മൾ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ്. അപ്പം അങ്ങനെ തുടങ്ങിയിട്ട് പലരും ഈ ഓട്ടുപാറയിൽ നമുക്ക് അറിയുന്നവരുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല കുടുംബമാണ് ഇതൊക്കെ, മാന്യമായി നല്ല ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു നല്ല ചിട്ടയുള്ളൊരു ജീവിതമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അല്ലാഹു ആലം. അല്ല അങ്ങനല്ലേ? അല്ലാഹു തആല അങ്ങനെ തന്നെ ആക്കട്ടെ. നമ്മളൊക്കെ അല്ലാഹു തആല നന്നാക്കട്ടെ. ഞാനൊരു തികഞ്ഞ ആളായിട്ട് പറഞ്ഞതല്ല ഇതൊന്നും. അപ്പോൾ ഒരാൾ ഒരു ദിവസം സുബഹി നിസ്കരിച്ചിട്ട്, ഇതും കൂടെ ലാസ്റ്റ് വാക്കാട്ടോ, സുബഹി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മനസ്സിലാക്കണം, ഈ സുബഹി നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹു, അതായത് അള്ളാഹിൻ്റെ അടുത്ത് ചില ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത പണി ചെയ്യുന്നവരെ സുബഹി നിസ്കരിക്കുന്നവരുടെ ലിസ്റ്റിൽ നിന്ന് അള്ളാഹു കട്ട് ചെയ്യും. അപ്പോൾ ഒരാൾ സുബഹി ഖദാവുന്നുണ്ടെങ്കിൽ അയാൾ മനസ്സിലാക്കണം, അള്ളാഹിൻ്റെ ഇഷ്ടക്കാരുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ ഔട്ടാണ് എന്ന് മനസ്സിലാക്കണം. ബാക്കി നിസ്കാരത്തിൻ്റെ കാര്യം പറയണ്ട കേട്ടോ, ബാക്കിയിലൊക്കെ ഉണ്ട്. സുബഹിയാണ് കൂടുതൽ മിസ്സാകുന്നത്, അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. പിന്നെ അസർ, ഇത് സുബഹി ബാക്കിയൊക്കെ എന്താ നിസ്കരിക്കണം, സുബഹി നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. ഞാൻ പറഞ്ഞത് ഒരാൾക്ക് സുബഹി മിസ്സാകുന്നുണ്ടെങ്കിൽ അയാൾ പേടിക്കണം, പടച്ചവനെ നിൻ്റെ ഇഷ്ടക്കാരുടെ ലിസ്റ്റിൽ നിന്ന് ഞാൻ പുറത്തായോ പടച്ചവനെ എന്നൊരു പേടി ഹൃദയത്തിൽ വരണം. അങ്ങനെ നമ്മളെ മക്കളെ നമുക്ക് ആ വഴിയിൽ വളർത്താൻ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിച്ചൊരു സുപ്രഭാതത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മക്കളൊന്നും കഴിയില്ല, സഹോദരന്മാരെ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്നിച്ച് മക്കളെ വിളിക്കുക, ഭാര്യ ഒന്നിച്ചിരിക്കുക, ഉമ്മ എല്ലാവരും ഒന്നിച്ച് സുബഹിയൊക്കെ നിസ്കരിച്ച് ആ ഒരു അവസ്ഥയിൽ വരണം. അല്ലാഹു തആല നമ്മുടെ കുടുംബം ഖൈറായ രീതിയിലാക്കി തരുമാറാവട്ടെ. ഏതായാലും സന്തോഷത്തോടു കൂടെ ഈ കുടുംബസംഗമത്തിൽ പങ്കെടുത്തതിൻ്റെ എല്ലാവരും സന്തോഷങ്ങളും അറിയിച്ച് അള്ളാഹ്ക്ക് പൊരുത്തമുള്ള രീതിയിൽ ജീവിക്കുന്നവരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, വലിയ ഒരു സന്തോഷകരമായ ഒരു സംഘമാണ് കുടുംബം ചേരുക എന്ന് പറഞ്ഞാൽ വലിയ ഫضലുള്ള കാര്യമാണ്. അല്ലാഹു തആല ഇതിനു വേണ്ടി അധ്വാനിച്ച, ഇവിടെ ഈ കുടുംബസംഗമം ഇന്ന് നടക്കാൻ വേണ്ടി ഇതിൻ്റെ എത്രയോ ആഴ്ചകൾക്ക് മുമ്പ്, ചിലപ്പോൾ ഒരു മാസങ്ങൾക്ക് മുമ്പൊക്കെ അധ്വാനം തുടങ്ങിയവരുണ്ടാവും ഈ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ. ആ ചെറുപ്പക്കാരും മുതിർന്നവരൊക്കെ ഉള്ളൂ. അവർക്കൊക്കെ കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി വലിയ അധ്വാനം അവർ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവരുടെ ഖബർ അല്ലാഹു തആല സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. ഇതിൻ്റെയൊക്കെ ഒരു മിസ്ല സവാബ്, ഒരു സന്തോഷമായിട്ട് അല്ലാഹു തആല, പിന്നെ സിലത്തുർ റഹ്മാണല്ലോ, അത് അല്ലാഹു തആല അവരുടെ ഖബറിൽ എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ഇരിക്കുന്ന വല്യപ്പന്മാർ, ഉപ്പമാർ, അതുപോലെ തന്നെ ഉമ്മമാർ, വല്യമ്മമാർ, അതുപോലെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ഇസ്സത്തുമുള്ള അള്ളാഹിൻ്റെ പൊരുത്തത്തിൽ, അള്ളാഹിൻ്റെ ദിക്റിലും ശുക്റിലുമായിട്ടുള്ള നല്ല ദീർഘായുസ് അല്ലാഹു നൽകട്ടെ എന്നൊക്കെ ദുആ ചെയ്ത് എല്ലാവരും ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.